എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കൊട്ടിയൂർ യാത്രയുടെ വിശേഷങ്ങളായിരുന്നു. പയ്യന്നൂരിൽ നിന്ന് കൊട്ടിയൂരേക്കുള്ള യാത്രയുടെ ഞങ്ങളങ്ങനെ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ ബാവലിപ്പുഴക്ക് കുറുകെയുള്ള മന്തഞ്ചേരി പാലം കടന്നാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് വന്നത്. കൊട്ടിയൂരിൻ്റെ കിഴക്കേ നടയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പാർക്കിംഗ് സ്പേസാണ്. അപ്പം നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി പാലത്തിൽ കുറച്ച് തിരക്ക് നമുക്ക് തോന്നുമെങ്കിലും പെട്ടെന്ന് മൂവ് ആവുന്ന മാതിരത്തെ തിരക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പാലം കടന്ന് അക്കരെ കൊട്ടിയൂരിലെത്തി. വളരെ വലിയ ഒരു ആഗ്രഹ സബലീകരണത്തിൻ്റെ മുഹൂർത്തമായിരുന്നു ഞങ്ങൾക്കത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. ആക്ച്വലി ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന സ്ഥിരമായി ഒരു ക്ഷേത്രമില്ലാത്ത ഒരു ഭഗവാൻ സ്വയംഭൂവായിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂരിലുള്ളത്. അക്കരെ കൊട്ടിയൂരിൽ ആകെയുള്ള 2 പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് അമ്മാറക്കൽ തറയും സ്വയംഭൂവായ ശിവലിംഗവുമാണ്. അമ്മാറക്കൽ തറ എന്ന് പറഞ്ഞാൽ അമ്മ മറഞ്ഞ കല്ല്, അതാണ് അമ്മാറക്കലായത്. അതായത് സതീദേവി ദക്ഷയാഗത്തിന് വന്ന് അപമാനിതയായതിനു ശേഷം ആത്മാഹുതി ചെയ്ത സ്ഥലം, അതാണ് അമ്മാറക്കൽ തറ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ ദേവിയുടെ അടുത്ത് തന്നെ ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഞങ്ങളങ്ങനെ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ സ്ഥിരമായ ക്ഷേത്രങ്ങളില്ല. വൈശാഖ മഹോത്സവത്തിൻ്റെ 28 ദിവസത്തിന് വേണ്ടി മാത്രം ഞെട്ടിപ്പനോലയും മുളങ്കൊമ്പും കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക പർണശാലകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ അമ്മാറക്കൽ തറയ്ക്ക് മേൽക്കൂരയില്ല. ഒരു ഓലക്കൂടയെ വെച്ചിട്ടാണ് അമ്മാറക്കൽ തറയിൽ കെടാവിളക്കായിട്ട് ദേവീ സാന്നിധ്യം കുടികൊള്ളുന്നത്. മറ്റെല്ലാം പർണശാലകൾ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്നതാണ്. തിടപ്പള്ളിയും പ്രധാന ഭഗവാൻ സ്വയംഭൂവായി ഇരിക്കുന്ന മണിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രധാന ദേവാലയവും എല്ലാം അതിൻ്റെയൊക്കെ മേൽക്കൂര ഇതേമാതിരി പനയോല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകണമെന്ന് നിർബന്ധമുള്ള ഒരേയൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പ്രദക്ഷിണ വഴി. തിരുവഞ്ചിറ എന്നാണ് അതറിയപ്പെടുന്നത്. ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകി വരുന്ന വെള്ളം തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചെന്നു ചേരും. ഈ ബാവലിയിലെ കല്ലും മണ്ണും ഉപയോഗിച്ചിട്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വൈകിട്ട് 6:30 ആയപ്പോഴത്തേക്കും ഇവിടെ ചെന്നു. ഇപ്പം ഒരു ശനിയാഴ്ച ആയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. കുറച്ച് മഴയും ഉണ്ടായിരുന്നു. ആക്ച്വലി മഴ നനഞ്ഞ് വേണം ഭഗവാനെ തൊഴാനെന്നാണ് കൊട്ടിയൂരിൽ പറയപ്പെടുന്നത്. പരശുരാമനാൽ പ്രയുക്തമായ ശ്രീശങ്കരാചാര്യരാൽ പിന്നീട് ചിട്ടപ്പെടുത്തിയ പൂജാവിധികളാണ് കൊട്ടിയൂരിലുള്ളത്. അപ്പോൾ ഇവിടെ തിടപ്പള്ളിയിൽ മാത്രമേ ഭക്ഷണം പാകം ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തിടപ്പള്ളിയിൽ പാകം ചെയ്യുന്ന ഭക്ഷണമാണ് ഇവിടെയുള്ള എല്ലാവരും കഴിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 28 ദിവസം തിടപ്പള്ളിയിൽ പാചകം ചെയ്താലും അവിടെ ചാരം അവശേഷിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഭസ്മാഭിഷിക്തനായ ഭഗവാൻ ആ ഭസ്മം സ്വന്തം ശരീരത്ത് പൂശുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ മണിത്തറയിൽ സ്വയംഭൂവായ ഭഗവാനെ ദർശിച്ചിട്ട് തിരുവഞ്ചിറയിൽ കൂടി പ്രദക്ഷിണം ചെയ്യണം. അപ്പോൾ ആ കാണുന്ന സ്ഥലത്താണ് മണിത്തറ. അപ്പോൾ നല്ല തിരക്കായ കാരണം എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ തിരുവഞ്ചിറയിൽ കൂടി പ്രദക്ഷിണം വെക്കുകയാണ്. സതീദേവി ദക്ഷൻ്റെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്തതറിഞ്ഞ കോപാകുലനായ ഭഗവാന്റെ ജടയിൽ നിന്നുണ്ടായ വീരഭദ്രൻ ദക്ഷൻ്റെ തല വെട്ടിയെറിഞ്ഞ വാള് കൊട്ടിയൂരിൽ നിന്നും ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ ഇന്നത്തെ വയനാട് ജില്ലയിലെ മുതിരേരിയിൽ ചെന്ന് വീഴുകയാണ് ഉണ്ടായത്. ആ വാള് മുതിരേരിയിൽ നിന്നും അക്കരെ കൊട്ടിയൂരിലെത്തുമ്പോഴാണ് ഇവിടെ ഉത്സവം ആരംഭിക്കുന്നത്. അതിന് മുതിരേരി വാൾ എഴുന്നള്ളത്തെന്നാണ് ആ ചടങ്ങിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന അവിടെ വാളറ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പർണശാലയുണ്ട്. അതിനകത്താണ് നേരത്തെ മുതിരേരിയിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന വാള് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് അമ്മാറക്കൽ തറ. നേരത്തെ പറഞ്ഞ് ആ ഓലക്കുടയുടെ കീഴെ ഒരു കെടാവിളക്കുണ്ട്. അവിടെയായിരുന്നു നേരത്തെ യാഗസമയത്ത് യാഗാഗ്നി ഉണ്ടായിരുന്നതും അപമാനിതയായ ദേവി അതിലേക്ക് ചാടിയാണ് ആത്മാഹുതി ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ആൾക്കാരിങ്ങനെ കല്ലുകളൊക്കെ പെറുക്കി വെച്ചിട്ടില്ലേ. ഇപ്പോൾ കല്ലുകൾ പെറുക്കി വെച്ച് നമ്മളൊരു ആഗ്രഹം പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ അമ്മാറക്കൽ തറേനെയാണ് പ്രദക്ഷിണം വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് തിടപ്പള്ളി. അവിടെയാണ് കൊട്ടിയൂരിലേക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്നതും നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നതും ചന്ദനം തേക്കുന്നതും ഒക്കെ തിടപ്പള്ളിയിൽ വെച്ചിട്ടാണേ. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും തന്ത്രി എന്ന് എഴുതി വെച്ച്
ഒരു പർണശാല. ഇതുപോലത്തെ പർണശാലകളിലാണ് ഇവിടെ തന്ത്രി മുതൽ ആനപ്പാപ്പാന്മാർ വരെയുള്ളവർ താമസിക്കുന്നത് ഉത്സവകാലത്ത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഉത്സവം. ഹൈന്ദവ വിശ്വാസികളായ എല്ലാ വിഭാഗക്കാർക്കും ആചാരപരമായി ചടങ്ങുകളുള്ള ഉത്സവം. വനവാസികൾ തൊട്ട് ബ്രാഹ്മണർ വരെയുള്ള അവകാശികൾ ഒരുമിച്ച് ഏകാത്മഭാവത്തോടെ നടത്തുന്ന ഒരേയൊരു ഉത്സവമാണ് കൊട്ടിയൂരുത്സവം. വിശാഖം നാളിലെ ഭണ്ഡാരമെഴുന്നള്ളത്ത് മുതൽ മകന്നാൾ വരെ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനം. അതിനുശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമില്ല. മകന്നാൾ കലം വരവിന് ശേഷം പിന്നീട് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഗൂഢപൂജകളാണ്. കൊട്ടിയൂർ എന്ന സ്ഥലം ദക്ഷയാഗത്തിന് ശേഷം കാലാന്തരത്തിൽ ഒരു വനമായി മാറപ്പെടുകയും പിന്നെ അവിടെ മറ്റ് ആക്ടിവിറ്റികളൊന്നും നടക്കാതിരിക്കുകയും ചെയ്ത സമയത്ത് കുറിച്ച് സമുദായത്തിലെ ഒറ്റപ്പിലാൻ എന്ന സമുദായത്തിൽപ്പെട്ട ഒരു കുറിച്ച് യുവാവ് നായാട്ടിന് പോകുന്ന സമയത്ത് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലിൽ ഉരയ്ക്കുകയും ആ കല്ലിൽ നിന്ന് ധാരയായി രക്തം പ്രവഹിച്ചു. ഇത് കണ്ട് പേടിച്ച അദ്ദേഹം ഇക്കരെ കൊട്ടിയൂരിലുള്ള പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ ഇല്ലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറയുക ചെയ്തത്. അപ്പോൾ ആ പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ ഇല്ലം സ്ഥിതി ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രമായിരിക്കുന്നത്. അത് നമുക്ക് ഇന്നൊരു അവസരത്തിൽ പറയാം ആ കഥ. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടിട്ട് അക്കരെ കൊട്ടിയൂരിൽ വന്ന് നോക്കുമ്പോൾ ഒരു കല്ലിൽ നിന്ന് ധാരധാരയായിട്ട് രക്തം പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പരിസരത്തുണ്ടായിരുന്ന മറ്റ് നായർ പ്രമാണികളെയൊക്കെ വിളിച്ചു വരുത്തി ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. വെള്ളം ഒഴിച്ചിട്ട് രക്തം പ്രവാഹം നിന്നില്ല. പിന്നീട് പടിഞ്ഞാറ്റെ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം നെയ്യഭിഷേകം ചെയ്തു. എന്നിട്ടും രക്തം നിന്നില്ല. അപ്പോഴാണ് മലബാറിലെ തീയ സമുദായത്തിൽപ്പെട്ട ഒരാൾ വന്നത്. അദ്ദേഹമാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഇളനീര് ചെത്തി ആ വെള്ളം ശിലയിൽ ഒഴിച്ചപ്പോഴാണ് രക്തപ്രവാഹം നിന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇളനീരാട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് കൊട്ടിയൂരിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒറ്റപ്പിലാൻ എന്ന കുറിച്ച് യുവാവ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഈ കൊട്ടിയൂർ ഉത്സവത്തിൽ കുറിച്ച് സമുദായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇവിടുത്തെ അവകാശിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യാലയിലേക്കാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പർണശാല കെട്ടിയുണ്ടാക്കുന്ന പർണശാലേനെ കയ്യാലകൾ എന്ന് പറയുക. ഞങ്ങൾ വഴിപാട് ചെയ്തിട്ട് പ്രസാദം വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പായസവും തിരുവപ്പം എന്ന് പറയുന്ന ഉണ്ണിയപ്പമൊക്കെയാണ് അവിടെ പ്രസാദമായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ടില്ല ഓരോ കയ്യാലയിലും അവകാശിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ കയ്യാലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാമേ. അതെ, ഇത് കണ്ടില്ലേ, ഇതാണ് കയ്യാല. അവിടെ ഇത് ശിവേലിക്ക് മുമ്പിൽ പിടിച്ച് നടക്കുന്ന ഇതാണ്. അത് ഇവരുടെ കയ്യാലയിൽ എല്ലാ കയ്യാലയിലും ഇതുമാതിരി ഒരു പൂജാമുറിയും അതിൻ്റെ അടുത്തായിട്ട് അവിടുത്തെ പ്രധാന അവകാശിക്ക് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും പിന്നെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉത്സവകാലത്ത് മുഴുവൻ ഇവർ ഈ കയ്യാലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എല്ലാ കയ്യാലകളും ഏകദേശം ഇതേപോലെ തന്നെയാണ് കൺസ്ട്രക്ഷൻ. പിന്നെ ഓരോരുത്തരുടെയും അവകാശത്തിൻ്റെയും ഒക്കെ രീതി അനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെന്നുള്ളത് മാത്രം. അതാണ് കൊട്ടിയൂരിലെ കയ്യാലകളുടെ ഒരു പൊതുവായ രൂപം. തന്ത്രിയായാലും ദേവസ്വം സെക്രട്ടറി ആയാലും ഒക്കെ ഇതേപോലെയുള്ള കയ്യാലകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ ചിത്തിര നാളിൽ കലശാട്ടത്തിന് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞ ശ്രീകോവിലും ഈ കയ്യാലകളും ഒക്കെ പറിച്ച് ബാവലിപ്പുഴയിൽ ഒഴുക്കും. പിന്നെ ഒരു വർഷത്തേക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമില്ല. പിന്നെ ദേവന്മാരാണ് അവിടെ പൂജ ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കയ്യാലയിലൊക്കെ പോയി തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മണിത്തറ, ആ വിളക്ക് കാണുന്ന സ്ഥലം. അവിടെയാണ് ഭഗവാൻ സ്വയംഭൂവായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ ദേവി ആത്മാഹുതി ചെയ്ത യാഗാഗ്നിയുടെ അടുത്ത് തന്നെ ദേവീ സമേതനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയംഭൂവായി അവിടെ വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സതീവിരഹം, അതായത് ഭാര്യാവിരഹം അനുഭവിച്ച അതിൻ്റെ വിഷമം മനസ്സിലാക്കിയ ഭഗവാനാണ് സ്വയംഭൂവായി കൊട്ടിയൂരിൽ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും അങ്ങനെയൊരു വിരഹ ദുഃഖം ഉണ്ടാവാൻ ഭഗവാൻ അനുവദിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഹനിക്ക് ആനേനെ കാണാൻ പറഞ്ഞിട്ട് ആനൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ശിവേലിക്ക് 2 ആനകളാണുള്ളത് കൊട്ടിയൂരമ്പലത്തിൽ. ഒരാനയുടെ പുറത്ത് ദേവിയും രണ്ടാമത്തെ ആനയുടെ പുറത്ത് ഭഗവാനും എഴുന്നള്ളൂ. അപ്പോൾ ശിവേലി നടക്കുമ്പോൾ സാധാരണയായിട്ട് 3 ശിവേലിയാണ് നടക്കാറ്. അപ്പോൾ ആ ശിവേലിയിൽ ദേവിയുടെ തടംപേറ്റിയ ആന മുമ്പിലും വഴികാട്ടി എന്ന വിധത്തിൽ ദേവൻ്റെ തടംപേറ്റിയ ആന പുറകിലുമായിട്ടാണ് നടക്കുന്നത്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഓരോരുത്തർക്കും കയ്യാലകളുണ്ടെന്ന്. നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ സൈഡിൽ കാണുന്നത് ആനപ്പാപ്പാന്മാർക്ക് വേണ്ടിയിട്ടുള്ള കയ്യാലകളാണ്. അപ്പോൾ അവർ താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ അവിടെ നിന്നാണ്. ഇപ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ പെരുവണ്ണാൻ പുറങ്കല എന്നൊക്കെ എഴുതിയിട്ട് എന്നൊരു പർണശാലയുണ്ട്. അപ്പോൾ അത് അവരുടെ കയ്യാലയാണ്. അങ്ങനെ ഞങ്ങളത് ആനയുടെ അടുത്തെത്തി. ഇപ്പോൾ 2 ആനകളാണുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിശാഖം നാളിലെ ഭണ്ഡാരം വരം മുതൽ മകന്നാളിലെ കലംവരം വരെ മാത്രമാണ് സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം. അതുപോലെ തന്നെയാണ് ആനകളുടെയും കാര്യം. മകന്നാളിന് ശേഷമുള്ള ശിവേലിയിൽ ആനയില്ലാത്ത ശിവേലിയാണ്. അപ്പം മകന്നാൾ ഉച്ചയോടുകൂടി ആനയും സ്ത്രീകളും പുറകോട്ട് നടന്ന് ബാവലിപ്പുഴ കടന്ന് ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത്. ഞങ്ങൾ ആനയൊക്കെ കണ്ടിട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ എനിക്ക് ആനയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് മഹാദേവൻ്റെ മുമ്പിലാണ് അത് സാധിച്ചത്. എന്തായാലും ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഹരിഗോവിന്ദ ഭജിച്ചുകൊണ്ടാണ് കൊട്ടിയൂർ ദർശനം നടത്തേണ്ടതെന്നാണ് പറയുന്നത്. പ്രതിഷ്ഠ ശിവനാണ്, പക്ഷേ നമ്മൾ ഹരിഗോവിന്ദ നാമജപത്തോടു കൂടിയാണ് കൊട്ടിയൂർ ദർശനം നടത്തേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒറ്റപ്പിലാൻ കുറിച്യൻ ഭഗവാന്റെ സ്വയംഭൂ പ്രതിഷ്ഠ കണ്ടെത്തിയ ആൾ, അദ്ദേഹത്തിന് ഇവിടെ പ്രധാന സ്ഥാനമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യാലയാണ്, അതായത് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരുടെ കയ്യാലയാണ് ഇപ്പം നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൊട്ടിയൂരിൻ്റെ കിഴക്കേ നടയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാവലിപ്പുഴയിൽ മന്തഞ്ചേരി പാലം ക്രോസ് ചെയ്തിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കൊട്ടേരിക്കാവ് എന്ന് പറഞ്ഞിട്ടൊരു കാവ് കാണാം. ഈ കൊട്ടേരിക്കാവ് എന്നുള്ളത് ശിവൻ സതിയുടെ ദേഹത്യാഗം അറിഞ്ഞ് കോപാന്തനായി സ്വന്തം ജട പറിച്ച് നിലത്തെറിഞ്ഞപ്പോൾ വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടായി എന്ന് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീരഭദ്രനാണ് ദക്ഷൻ്റെ കഴുത്തറുത്ത് വാൾ വലിച്ചെറും മുതിരയിൽ ചെന്ന് വീണത്. അപ്പോൾ ആ വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കൊട്ടേരിക്കാവ്. അപ്പോൾ ഇവിടെയാണ് വീരഭദ്ര ക്ഷേത്രമുള്ളത്. പിന്നെ മുതിരേലിയിലാണ് വീരഭദ്രസ്വാമിയുടെ പ്രതിഷ്ഠ. ആ വാള് ചെന്ന് വീണ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് വീരഭദ്രസ്വാമിയുടെ പ്രതിഷ്ഠ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് കൊട്ടേരിക്കാവിലും തൊഴുതിട്ട് തിരിച്ച് പോവുകയാണേ. ഇവിടെ അങ്ങനെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതിപ്പോൾ കൊട്ടിയൂരിൽ എവിടെയും അങ്ങനെയില്ല. ഇപ്പോൾ വിളക്ക് മാത്രമാണ് ഒരു സങ്കല്പമായിട്ടുള്ളത്. അങ്ങനെ ദക്ഷയാഗത്തിൻ്റെ പുണ്യഭൂമിയായ ശിവതാണ്ഡവം കണ്ട ത്രിമൂർത്തികളും 33 ദേവതകളും അപ്സരസുകളും യക്ഷന്മാരും കിന്നരന്മാരും സകല ചരാചരങ്ങളും ഒരുമിച്ച കൊട്ടിയൂരിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ്. ഒരായുസിൻ്റെ ദർശന സാഫല്യവുമായി മനം നിറഞ്ഞ് പെരുമാളെ തൊഴുത് ബാവലിപ്പുഴ കടന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ശില്പസൗകുമാര്യതയോ വാസ്തുവിദ്യയുടെ മായാപ്രപഞ്ചമോ ഇല്ലാത്ത തികച്ചും പ്രകൃതിയുമായി ചേർന്നിരിക്കുന്ന ഒരിടം, അതാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ഒരിക്കലെങ്കിലും വരണം കൊട്ടിയൂരിൽ. പ്രകൃതിയെയും വിശ്വാസത്തെയും താളത്തിൽ ക്രമീകരിച്ച ലോകത്തിലെ ഒരേയൊരിടം കാണാൻ. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണിയായി. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് മലയുടെ മുകളിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ മന്തഞ്ചേരി പാലം കടന്ന് വണ്ടി പാർക്ക് ചെയ്ത കിഴക്കേ നടയിലെത്തി. ഈ സമയത്തും കൊട്ടിയൂരിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ സൈഡിലുള്ള കടകളാണിത്. അപ്പോൾ കൊട്ടിയൂരിൽ വന്നിട്ട് എങ്ങനെയാണ് ഓടപ്പൂ വാങ്ങാണ്ട് മടങ്ങുക അല്ലേ? ഞങ്ങൾ ഓടപ്പൂ വാങ്ങിക്കാൻ വന്നതാണ്. പാർക്കിംഗ് സ്പേസിൻ്റെ സൈഡിൽ തന്നെയായിട്ട് നിരവധി കടകളുണ്ട്. ഓടപ്പൂവിൻ്റെയും ബാക്കി കോസ്മെറ്റിക്സും ഫാൻസി ഐറ്റംസൊക്കെ വിൽക്കുന്ന, പലഹാരങ്ങൾ വിൽക്കുന്ന, അങ്ങനെയൊക്കെ നിറയെ കടകളുണ്ട്. ഞങ്ങളും അങ്ങനെ ഓടപ്പൂ വാങ്ങണേ. ഓടപ്പൂ എന്ന് പറയുന്നത് ദക്ഷൻ്റെ താടിയാണെന്നും അല്ല ഭൃഗുമഹർഷിയുടെ താടിയാണെന്നുള്ള 2 കഥകളുണ്ട്. അതെന്തായാലും സതീദേവിയുടെ ജീവത്യാഗം അറിഞ്ഞ ഭഗവാൻ ക്രുദ്ധനായി തൻ്റെ ജട പറിച്ച് നിലത്തടിക്കുകയും ആ ജടയിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടാവുകയും വീരഭദ്രൻ യാഗശാലയിലെത്തി ദക്ഷനെ വധിച്ച് ദക്ഷൻ്റെ താടി പറിച്ച് ദൂരെ എറിഞ്ഞതാണ് ഓടപ്പൂ എന്നാണ് ഒരു കഥ. അതല്ല, യാഗാചാര്യനായിരുന്ന ഭൃഗുമഹർഷിയുടെ താടിയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഓടപ്പൂ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ ഐശ്വര്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഓടപ്പൂവും വാങ്ങിച്ച് അടുത്ത വർഷം ഇനിയും കൊട്ടിയൂരപ്പനെ തൊഴാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 7:30 ആയപ്പോൾ കൊട്ടിയൂരിൽ നിന്ന് പുറപ്പെട്ടു. 94 കിലോമീറ്റർ സഞ്ചരിച്ച്
11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പയ്യന്നൂരെത്തി. താങ്ക് യു ഫോർ വാച്ചിങ്.